ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ചോക്ലേറ്റ് ബർഫിയുടെ വീഡിയോ നോക്കിയാലോ? ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. ഒന്ന് പാല്, പിന്നെ രണ്ടാമത്തത് കുറച്ച് ഷുഗർ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ കൊക്കോ പൗഡർ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് മിൽക്കും അതേപോലെ തന്നെ ഷുഗറും മാത്രം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മിൽക്ക് ബർഫി ആയിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം അല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പാല് നമ്മൾ ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ആ പാനിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ എടുത്തിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ കൈയെടുത്തിട്ട് ഇളക്കുകയാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നും വരില്ല, അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തെടുക്കുക. പാലൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് കൈയൊക്കെ എടുക്കേണ്ടി വന്നാൽ നമുക്ക് ഇതുപോലൊരു സ്റ്റീലിൻ്റെ വലിയൊരു തവി നമ്മൾ പാനിൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ പാല് തിളച്ച് തൂവിയൊന്നും പോവില്ല കേട്ടോ. പാലൊക്കെ ഏകദേശം വറ്റി പാനിൻ്റെ മുക്കാൽ ഭാഗത്തോളം ആയി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടിട്ട് നമ്മൾ ഇത് ഒന്നും കൂടി വറ്റിച്ച് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് നമ്മളിനി ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ ഇനി വീണ്ടും ഇത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ വറ്റിച്ച് പാലൊക്കെ നല്ല കുറുകി കൊക്കോ പൗഡറൊക്കെ നല്ല ഇതിൽ യോജിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തേക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രീസ് ചെയ്ത പാത്രത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്, എന്നാലാണ് നമുക്ക് മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ അത് സെറ്റാക്കി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ചില്ലിൻ്റെ പാത്രത്തിന് പകരം സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് നമ്മൾ വെച്ച് കൊടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മുറിച്ചെടുക്കുന്ന സമയത്ത് എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ആ സ്റ്റീലിൻ്റെ പാത്രം അടിഭാഗം ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ചില്ലിൻ്റെ പാത്രത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഗ്രീസ് ചെയ്തത് കൊണ്ട് പ്രശ്നമില്ലാണ്ട് നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് തണുക്കാൻ വെക്കുകയാണ്. തണുക്കാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ നമുക്ക് ഇത് നല്ലപോലെ തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചോക്ലേറ്റ് മിൽക്ക് ബർഫിയുടെ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും പുതിയൊരു റെസിപ്പിയിലൂടെ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.